സൃഷ്ടവസ്തുക്കളിൽ സൃഷ്ടിയുടെ പരമ്പരകളായ സൃഷ്ടാവിനെ സ്തുതിക്കുമ്പോൾ സൃഷ്ടിയുടെ കിരീടമായ മനുഷ്യൻ മറ്റ് സൃഷ്ടവസ്തുക്കളെക്കാളെല്ലാം ഉപരിയായി സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനുള്ളവരാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആദ്യത്തെ ദേവാലയം നാം കാണുന്നത് പൂർവ്വ പിതാവായ യാക്കോബ് ബേർഷബ എന്ന സ്ഥലത്ത് നിന്നും ഹാരാൻ എന്ന സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സന്ധ്യയോട് അടുക്കാറായി. ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല, നടന്നു വേണം പോകാൻ. നടന്ന് ക്ഷീണിച്ച യാക്കോബ് വഴിയരികിൽ ഒരു കല്ല് തലയണയായി വെച്ചുകൊണ്ട് അവിടെ വന്ന് ഉറങ്ങി. ആകാശത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഗോവയിൽ ദൈവദൂതന്മാർ മനുഷ്യരുടെ സന്നിധിയിൽ നിന്ന് അവരുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവ ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഗോവയിലൂടെ ഇറങ്ങി വന്ന് ജനത്തിന് സംരംഭമാക്കി കൊടുക്കുന്നു. മനോഹരമായ ദർശനം കണ്ടുകൊണ്ട് പൂർവ്വപിതാവായ യാക്കോബ് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ ബഥേൽ എന്ന് വിളിക്കുന്നു. ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനം എന്നും തേൽ എന്ന് പറഞ്ഞാൽ ദൈവമെന്നുമാണ് അതിൻ്റെ അർത്ഥം. ബഥേൽ എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഭവനമെന്ന് പൂർവ്വപിതാവായ യാക്കോബ് തലവണയായി നാട്ടിയ കല്ല് അവിടെ ഉറപ്പിച്ചിട്ട് അതിനെ ദേവാലയമാക്കി മാറ്റി. നാം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ പൊതുവാലയമാണ് ജെറുസലേം ദേവാലയം. കടന്നുപോക്കലിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ, പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ മരുഭൂമിയുടെ വ്യക്തമായ അനുഭവങ്ങളിലൂടെ ചെങ്കടലിലൂടെ കടന്നുപോയ ജനം ദൈവത്തിന്റെ അനന്തമായ പരിപാലന അനുഭവിച്ചുകൊണ്ട് ജീവിച്ച സാഹചര്യത്തിൽ അനുതാപത്തോടെ അന്യദിനം പ്രാപിക്കാത്ത ഭവനങ്ങളിൽ പെസഹ ബലി അർപ്പിക്കപ്പെടാത്ത ഭവനങ്ങളിലൂടെ സംഹാരദൂതൻ കടന്നുപോയി അവരുടെ ആദിജാതന്മാരെ കൊന്നുവെക്കിയ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ജനത കടന്നുപോക്കലിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ ബാധ്യസ്ഥരായിരുന്നു. അവിടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ കടന്നു വന്ന സാഹചര്യവും യേശു തമ്പുരാനും ജെറുസലേം ദേവാലയത്തിലേക്ക് തന്റെ 12ാമത്തെ വയസ്സിൽ പോയ ആ സാഹചര്യമൊക്കെ നമുക്കറിയാം. ആ ദേവാലയത്തിന് 4 ഭാഗങ്ങളായിരുന്നു. ഒന്നാമത് പ്രവേശിക്കുന്നതായ പ്രാകാരം, രണ്ടാമത്തത് ജനം നമ്മളുടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം, മൂന്നാമത്തത് പ്രാർത്ഥിക്കുന്ന സ്ഥലം, നാലാമത്തത് അതിവിശുദ്ധ സ്ഥലമായ ബലിയർപ്പിക്കുന്നതായ സ്ഥലം. സംവത്സരങ്ങൾ കൊണ്ട് വെടിയപ്പെട്ട ദേവാലയം 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കുമെന്ന് യേശുദമ്പുരാൻ പറഞ്ഞപ്പോൾ എത്രയോ സംവത്സരം കൊണ്ട് ഞങ്ങളുടെ പൂർവികർ പണിയിച്ചതാണിത്. ദാവീദ് രാജാവ് ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു, എന്നാൽ ദാവീദിന് സാധിച്ചില്ല. സോളമൻ രാജാവിൻ്റെ മകൻ സോളമനാണ് ആ ദേവാലയം നിർമ്മിച്ചത്. ഇവിടെ 4ാമത്തെ ദേവാലയം നിർമ്മിക്കുവാൻ പലരും ആഗ്രഹിച്ചു. പക്ഷെ പി.എസ്. ജോർജ് അച്ഛനാണ് ഈ ദേവാലയം നിർമ്മിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വർഷമായ കഠിനാധ്വാനത്തിലൂടെ ഇടവക്കാരുടെ പൂർണ്ണമായ സഹകരണത്തോടെ ഇന്ന് ഈ ദേവാലയം ഉദാശീനപ്പെടുകയാണ്. 4ാമത്തെ ദേവാലയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. കർത്താവായ യേശുക്രിസ്തുവാകുന്ന സ്വർഗീയ മന്നായിട്ട് വെച്ച പൊൻപാത്രമാണ് പരിശുദ്ധ അമ്മ. ദേവാലയത്തിന്റെ ഉൾക്കൂടാനും അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവിടെ മന്നായിട്ട് വെച്ച പൊൻപാത്രവും 6 തണുത്ത വടികളും ഉടമ്പടി പലകകളും സൂക്ഷിച്ചിരുന്നു. കൃപാസനത്തിന്മേൽ എഴുന്നേറ്റിക്കൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ അനവരതം പാടി സ്തുതിച്ചിരുന്നു. സദൃശ്യമായ കർത്താവായ യേശുക്രിസ്തുവാകുന്ന സ്വർഗീയ മന്നായിട്ട് വെച്ച പൊൻപാത്രമായ പരിശുദ്ധ അമ്മയെ ദേവാലയമായി നാം കാണുന്നു. 4ാമത് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെ. അല്പസമയം കഴിയുമ്പോൾ ഈ മദ്ബഹായെയും ഞങ്ങളെയും ഈ ദേവാലയത്തെയും ഞങ്ങളെയും ഈ വാതിലുകളെയും ഞങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ആശീർവദിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ജലം കൊണ്ട് നമ്മെ തളിച്ച് ശുദ്ധീകരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മിലൂടെ അന്വർത്ഥമാവുകയാണ്. നാം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നുള്ള ബോധ്യത്തോടു കൂടി
നിരന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവരും ശക്തീകരിക്കപ്പെടേണ്ടവരുമായ ആളുകളാണ് നാം എന്നുള്ള ബോധ്യം നമുക്ക് വേണം. തുമ്പമണ്ണ് ചക്കാലമണ്ണിലപ്പത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ഐക്യപ്പെടുവാൻ തുമ്പമണ്ണിൽ നിന്നും ശനിയാഴ്ച നടന്ന് കൊട്ടാരക്കര പള്ളിയിൽ പോയി സെന്റ് മൈക്കിൾസ് ദേവാലയം കൊല്ലം രൂപതയുടെ ഒരു പള്ളിയായിരുന്നു അത്. ആ പള്ളിയിൽ പോയി ഞായറാഴ്ച കുർബാനയെ സംബന്ധിച്ച് തിരികെ നടന്ന് വീട്ടിൽ വന്ന് തിങ്കളാഴ്ച മുതൽ തൻ്റെ കടമകളിൽ പ്രവേശിച്ച ആ വലിയ പച്ചൻ വെന്തികയൊക്കെ ധരിച്ചുകൊണ്ടിങ്ങനെ നടന്ന് ജവമാലയം ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ മരയ്ക്കാനെ പറ്റുമെന്നും പറഞ്ഞ ആളുകൾ കളിയാക്കമായിരുന്നു. ആ അപ്പച്ചനെടുത്ത ത്യാഗമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്കിവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുവാൻ ഇടയായത്. 1925 മുതൽ ഇവിടെ ഒരു ആരാധനാ സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചതെന്നുള്ളത് നാം മറക്കരുത്. മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ടപ്പോൾ 1932 ചക്കാലമണ്ണിൽ തൊമ്മൻകൂരിൽ എന്ന് പറയുന്ന തുമ്പമണ്ണ് വല്യപ്പച്ചൻ കോശേച്ചൻ്റെ വല്യപ്പച്ചൻ ആ അപ്പച്ചൻ സ്വന്തം സ്ഥലം സഭയ്ക്ക് എഴുതി കൊടുത്ത് അവിടെയാണ് നമ്മളൊരു ദേവാലയം നിർമ്മിച്ചത്. പിന്നീട് ഒരു ദേവാലയം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദേവാലയം. ഈ ദേവാലയം 4ാമത്തെ ദേവാലയം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സേവനമനുഷ്ഠിച്ച ആമ്പശ്ശേരിലച്ഛൻ വല്യച്ഛൻ ആദ്യത്തെ വികാരിയായിരുന്നു. അവസാനത്തെ വികാരിയായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ജോർജ് കുട്ടൻ. ുള്ള അച്ഛന്മാരൊക്കെ അടുക്കും പുറകിലും മുമ്പിലും ഇവിടെ ഇരിപ്പുണ്ട്. പലരും കടത്തിലച്ഛൻ ഉൾപ്പെടെയുള്ള അച്ഛന്മാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട്. കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ഈ ഇടവകയെ വളർത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ളവരാണ്. അംഗസംഖ്യയിൽ വളരെ കുറവാണെന്ന് വരികയും ഗുണനിലവാരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇടവകയാണ് നമ്മുടെ രാമഞ്ചിറ സെൻറ്റ് പോൾസ് ഇടവക എന്ന് പറയുന്നതിലേറെ അഭിമാനമുണ്ട്. ചക്കാലമണ്ണിലച്ഛനുമായിട്ടും അച്ഛൻ്റെ കുടുംബവുമായിട്ടും ബന്ധമുള്ള എനിക്ക് ഈ പ്രദേശവുമായി വളരെ ദീർഘകാല പരിചയമുണ്ട്. ഒരു വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചക്കാലമണ്ണിലച്ഛനായിരുന്നു എൻ്റെ വികാരി. അപ്പോൾ രാമഞ്ചിറയിലെ എല്ലാ പരിപാടിയിലും സംബന്ധിക്കുവാൻ അച്ഛൻ എന്നെ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ തന്നെയാണ്. 2 സഹോദരിമാരായ സിസ്റ്റർ വിക്ടിമ, സഹോദരി സിസ്റ്റർ സെബിയ ബദനി സന്യാസിനി സമൂഹത്തിലൂടെ വളരെ സുദൃഢമായ സേവനം കാഴ്ചവെച്ചു എന്നുള്ളതും കായംകുളം മഠത്തിലായിരുന്നപ്പോഴാണ് സിസ്റ്റർ ഈ ലോകത്തെ വിട്ട് കടന്നുപോയത് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കുകയാണ്. നാടൻ മര്യാദയനുസരിച്ചുള്ള സ്വീകരണം നൽകി അവിടുത്തെ അമ്മമാരെ താലപ്പൊലിയേന്തിയാണ് ഇവിടെ നമ്മളെ എത്തിച്ചത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പണ്ട് മുതൽ അത് ഗ്രിഗോറിയോസിൻ്റെ കാലത്തും വരുമ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ അത്ര വലിയ ഒരു സൗഹൃദമാണ് നമ്മുടെ കൂട്ടായ്മയുമായി എപ്പോഴും കാണിച്ചിട്ടുള്ളത്. അതിന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ പ്രത്യേകമായി നന്ദിയോടെ അഭിനന്ദനങ്ങളോടെ അനുസ്മരിക്കുന്നു. നമ്മുടെ ഇടവക കൂട്ടായ്മയുടെ ഈ ഉദാശ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ ചുറ്റുപാടുമുള്ള കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല വളരെ ദൂരെ നിന്നുമുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അത്ര വലിയ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ നിർവഹിച്ചത്.